തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വിമാനമിറങ്ങുന്നത് ലൈവായി കാണാൻ ആളുകൾ കൂട്ടമായി എത്തുന്ന സ്ഥലമാണ് പൊന്നറപ്പാലം. ഇവിടെ എത്തുന്ന സഞ്ചാരികളും നാട്ടുകാരും ജീവൻ കയ്യിൽ പിടിച്ചാണ് പൊന്നറ നടപ്പാലം കടന്നുപോകുന്നത്. തുരുമ്പെടുത്ത് വലിയ ദ്വാരങ്ങൾ വീണ് പാലം അപകടാവസ്ഥയിലായിട്ട് മാസങ്ങളായി. രാത്രിയാകട്ടെ പാലത്തിൽ വെളിച്ചവുമില്ല. എന്നാൽ അധികൃതർ ഇതൊന്നും കണ്ടമട്ടില്ല. കാൽനടക്കാരെ കൃത്യമായ അപകടത്തിലേക്ക് തള്ളിവിടുന്നൊരു നടപ്പാലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പൊന്നറപ്പാലമാണ്. ഇവിടെ തുരുമ്പെടുത്ത് ഈ നടപ്പാലത്തിൻ്റെ ഭാഗങ്ങൾ അടർന്നു പോയിട്ടുണ്ട്. ഇതെപ്പോഴാണ് താഴേക്ക് തകർന്നു വീഴുക എന്ന സംശയത്തോടെ പേടിയോടെയാണ് ആളുകൾ ജീവനും കയ്യിൽ പിടിച്ച് ഇതുവഴി നടന്നു പോകുന്നത്. നമുക്ക് കാണാം, ഇത് പൊന്നറപ്പാലമാണ്. തിരുവനന്തപുരത്തെ വലതുവശത്ത് വാഹനങ്ങൾ പോകുന്ന പാലമുണ്ട്. അവിടെ രണ്ട് വാഹനങ്ങൾക്ക് കൃത്യമായി ഒരുമിച്ച് പോകാൻ പോലും സൗകര്യമില്ലാത്ത പാലമാണ് ആ വാഹനങ്ങൾ കടന്നു പോകുന്ന പാലം. പ്രധാനമായും കുട്ടികളടക്കം ഉപയോഗിക്കുന്ന പാലമാണ് ഈ നടപ്പാലം. ഈ നടപ്പാലത്തിൻ്റെ സ്ഥിതിയാണ് കുറേ അധികം നാളുകളായി ഇങ്ങനെ കിടക്കുന്നത്. ഈ ഭാഗത്തേക്ക് വന്നാൽ വീഴാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഈ കാണുന്നത്. കുഞ്ഞുങ്ങളൊക്കെ നടന്നു വരുമ്പോൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ സ്ഥിരമായി നടക്കുന്നവർ, പ്രദേശവാസികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി ഇതുവഴി സ്ഥിരം നടന്നു പോകുന്ന ആളാണ്? സ്ഥിരം നടന്നു വരുന്ന ആളാണ്. ഇത് വലിയ പേടിയാണ് ഇതുവഴി വരാനായിട്ട്. ഇവിടെ സ്കൂൾ കുട്ടികളൊക്കെ ഇതുവഴി വരുന്നതാണ്. അവർക്കെല്ലാം പേടിയായിട്ട്. നമുക്ക് പേടിയാണ്. തുരുമ്പി തട്ടി വീഴുമെന്നൊരു പേടി. പേടിയുണ്ട്. പല ഭാഗത്തും ഇളകിയിരിക്കുകയാണ്. അതെ. കുറെ വർഷങ്ങളായി ഇതിന്റെ ഒരു മെയിൻ്റെനൻസ് പോലും നടക്കാതെ പലയിടത്തും ഞങ്ങൾ ഒരു പരാതിയായിട്ട് പോയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ രീതിയിൽ ഞങ്ങളുടെ ഒരുപാട് സമര പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ആരും ശ്രദ്ധിക്കുന്നില്ല. ഈ വിധത്തിൽ ഇത് പൊളിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് എന്തുകൊണ്ട്? ഇവിടുത്തെ വാർഡ് കൗൺസിലർ ആരാണ് ഏട്ടാ? ഇടതുപക്ഷത്തിന്റെ രാജേന്ദ്രനാണ്. പുള്ളിയോടും ഈ കാര്യം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരിഞ്ഞു നോക്കുന്നില്ല. ഒരാൾ എങ്ങനെ ആയിക്കൂടാ എന്നതിന്റെ ഉദാഹരണമായി ഇത് പറയേണ്ടി വരും. ഇത് നിങ്ങൾ പലയിടത്തും പറഞ്ഞു ഇത് കാര്യങ്ങൾ. ആദ്യത്തെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ രണ്ട് വശത്തും ഒരു ക്രോസ് ബാർ ചെയ്ത് ഇതിനങ്ങ് അടക്കിയ ആദ്യം. കാരണം ഒരു വലിയ അപകടം വന്നതിന് ശേഷം മാത്രമാണ് ഇനി നമുക്ക് ഉണരാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. ഒന്നുകിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ ആദ്യം ക്ലോസ് ചെയ്യുക. എനിക്കും രണ്ട് പെൺമക്കളാണ്, കൊച്ചുമക്കളാണ്. അവർ അതുവഴി പോകുമ്പോഴത്തേക്ക് പേടിയാണ്. അപ്പോൾ ഇതുവഴിയേ പോകാൻ പറ്റുള്ളൂ. ഇതിനകത്ത് വല്ല ആയിപ്പോയി ഇത് ആരും അതിന് ഉത്തരം പറയും. പോരാത്തോണ്ട് വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിൽ കൂടെ മറ്റേ രാത്രി ആകുമ്പോഴത്തേക്ക് ചേരയൊക്കെ കയറി കിടക്കും. ഒന്നാമത് ലൈറ്റൊന്നുമില്ല. അധികാരികളുടെ ശ്രദ്ധ അടിയന്തരമായി തന്നെ ഇക്കാര്യത്തിൽ വേണമെന്നതിൽ രണ്ടഭിപ്രായമില്ല. കാരണം സ്കൂൾ കുട്ടികളടക്കം പോകുന്നുണ്ട്, സ്ത്രീകൾ പോകുന്നുണ്ട്. രാത്രിയിൽ ഇവിടെ ഒരു വെളിച്ചമില്ലാത്ത സാഹചര്യമുണ്ട്. അടിയന്തരമായി ഇതിനൊരു പ്രശ്നപരിഹാരം വേണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് കാണുമ്പോൾ വാർഡ് കൗൺസിലർ അടക്കം നാണിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം എൽ നൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടിൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.